ഇളിഞ്ഞില്ല എന്തേ പിന്നെ അവരെ വീഡിയോ നോക്കി പറയാം എനിക്ക് വൃത്തിയില്ല. ഞാൻ അന്നാണ് പറയണെങ്കിലോ അയ്യേ 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 ബൈ ദ ബൈ എന്നെക്കാൾ തലയുണ്ട് പക്ഷെ ഉപയോഗിക്കാൻ അറിയില്ല. അതുകൊണ്ടാണ് 50K സബ്സ്ക്രൈബേഴ്സ് ഉള്ളത്. അതിന്റെ കളഞ്ഞു അഴിഞ്ഞു. മൊത്തം 3-4 പേര് നമ്മളെ വീഡിയോ കാണുള്ളൂ. സബ്സ്ക്രൈബേഴ്സ് ഒക്കെ എന്തായതല്ലേ ഇന്നലെ വരെ എനിക്ക് എന്തെങ്കിലും 49K. ഞാനോട് ആദ്യമേ പറഞ്ഞത് എനിക്ക് തടി പഠിക്കണ്ട. പിന്നെ ഇവ ഇങ്ങനെ പറഞ്ഞു പോലീസുകാരനെ പോലെയുണ്ട്. ഏതോ പോലീസുകാരെ സല്യൂട്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് ശരിയാണോ? അത് ഈ അറിഞ്ഞോ? സന്തോഷ മുഹൂർത്തല്ലേ. പിന്നെ ഇന്നലെ 49 അല്ലാതെ പിന്നെ എന്താണ് മമ്മൂട്ടി പറഞ്ഞാരി നന്ദിയുണ്ടേ. അങ്ങനെ നമ്മൾ അപ്പൂസിന്റെ ഐഡിയ പ്രകാരം അബി ഗോവിന്ദിനെ സർപ്രൈസ് ചെയ്യാൻ പോവാണ്. അതായത് പ്രോനെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പോവാണെന്ന്. നടന്നെന്ന് പറയാം. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഓന്റെ റിയാക്ഷൻ മൂഞ്ച റിയാക്ഷൻ ആണെങ്കിൽ ഈ വ്ളോഗ് അവസാനിക്കുന്നതായിരിക്കും അപ്പം തന്നെ. പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല. ഞാൻ നേരെ ബൈക്ക് എടുത്തിട്ട് ഹണി കേക്കിലേക്ക് വിട്ടു. രാവിലെ തന്നെ ആയതുകൊണ്ട് ഹണി കേക്ക് തുറന്നിട്ടില്ല ഗൈസ്. ഹണി കേക്ക് തുറക്കുമ്പോൾ 12 മണിയാവും മിനിമം. അപ്പം അങ്ങനെ അത് മൂഞ്ചി. പിന്നെ എന്ത് ചെയ്യും? സ്റ്റാർട്ടിങ് തന്നെ ചീറ്റിപ്പോയ വിഷമത്തിൽ അന്തം വിട്ട് കുന്തം വിഴുങ്ങി ഞാൻ നിന്നു. എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഇത് മെഡിക്കൽ കോളേജ് അല്ലേ? മെഡിക്കൽ കോളേജ് തന്നെ, അത് ക്യാമ്പസ് അല്ലേ? ഞാനിവിടെയാണല്ലോ പഠിച്ചത്. അപ്പൊ പിന്നെ എന്താ പ്രശ്നം? ഇതിന്റെ അടുത്ത് നമ്മുടെ മെയിൻ സ്പോട്ട് കിടക്കല്ലേ. എത്ര പോയതായി വൈക്കൂടൊക്കെ. ട്യൂഷനിലേക്ക് പോകുന്നത് ഈ വൈക്കൂടെ ആയിരുന്നു. അപ്പം പോണ വൈക്ക് എന്തെങ്കിലുമൊക്കെ ഒന്നും കഴിച്ചില്ലേ സമാധാനമാവില്ല. അതുകൊണ്ട് ഞങ്ങൾ നേരെ പോണത് ഈ സ്ഥലത്തോട്ടായിരുന്നു. ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും സ്ഥിരമായിട്ട് ഇവിടുന്ന് പബ്സും ലൈമും കുടിക്കുമായിരുന്നു. ഈ ബേക്കറി ഒജിൻ ബേക്സ്. അന്നിങ്ങനെ ഒന്നും ആയിരുന്നില്ല ഇൻറ്റീരിയർ വരുന്നത്. ഇപ്പോൾ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. കാലാധികമായ മാറ്റം അതിനും സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ കുറേ കേക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇത്രയും വലിയ കേക്കൊന്നും വേണ്ട. എനിക്ക് കുഞ്ഞു കേക്കുകൾ മതി. അപ്പോൾ ഈ കാണുന്ന കുഞ്ഞു കേക്കുകളിൽ നിന്ന് ഞാനൊരു കേക്ക് അങ്ങ് സെലക്ട് ചെയ്തു. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഞങ്ങളുടെ ട്യൂഷൻ സെൻറ്റർ. അപ്പോൾ ട്യൂഷന് പോണേ മുമ്പ് ഇവിടെ നിന്ന് എന്തെങ്കിലും ചായയും കടിയിലും കഴിച്ചിട്ടാണ് നേരെ ട്യൂഷന് പോവുക. ഇതാ ഒരു കൂട്ടത്തിലുണ്ടായിരുന്ന കേക്കല്ല, ഇത് അവർ വേറെ തന്നെ മാറ്റി വെച്ചൊരു കേക്കായിരുന്നു. അപ്പം ഈ കേക്കിലാണ് നമ്മൾ സർപ്രൈസ് ചെയ്യാൻ പോകുന്നത്. പണ്ടൊക്കെ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് വ്ളോഗറാണോ വീഡിയോ ഒക്കെ എടുക്കുന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് യൂട്യൂബ് ഉണ്ടോ, യൂട്യൂബിലത്തെ സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണ് കുറച്ചധികം ചെയ്യലെന്നൊക്കെ പറയും. എനിക്ക് പറയാൻ മടിയായിരുന്നു. അപ്പോൾ ഇവരുടെ അടുത്ത് ചോദിച്ച സമയത്ത് എനിക്ക് ഭയങ്കര കോൺഫിഡൻസിൽ ഭയങ്കര സന്തോഷത്തിലാണ് പറഞ്ഞത് എനിക്ക് 50K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഞാൻ യൂട്യൂബർ ആണെന്നുള്ളത്. ആക്ച്വലി അത് പറയുമ്പോൾ തന്നെ ഭയങ്കര പ്രൗഡായി, ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാര്യം സംഭവിച്ച്. പിന്നെന്താ, അങ്ങനെ ഈ കേക്കിലൊരു 50K എന്നൊക്കെ പുള്ളി എഴുതിയിട്ട് സന്തോഷത്തോടെ എനിക്കത് പാക്ക് ചെയ്ത് തന്നു. അതുപോലെ ഞാൻ സന്തോഷത്തോടെ പുള്ളിക്ക് പൈസയും കൊടുത്തു. ഇത് പ്രമോഷനൊന്നും അല്ല കേട്ടോ, ഇതൊക്കെ പൈസ കൊടുത്ത് വാങ്ങണതാണ്. എല്ലാവരും മനസ്സിലാക്കണം. എല്ലാവരും ചോദിക്കും നിനക്ക് ഫുഡൊക്കെ പ്രമോഷൻ അല്ലേ ഫുൾ, എന്താ കഥ? ഇനി വേറെ ടീംസ് വരാം പൈസ കൊടുത്തിട്ട് നീ വീഡിയോ കട്ട് ചെയ്ത സമയത്ത് നീ പൈസ തിരിച്ച് വാങ്ങിയില്ലടാന്ന് വെച്ചിട്ട്. അങ്ങനെ ഒന്നുമില്ല ഗൈസ്, ഇതൊക്കെ ഒറിജിനൽ തന്നെയാണ്. എന്തോ കുറച്ച് ചില്ലറ ബാക്കിയും കിട്ടിയായിരുന്നു. ഞാനപ്പം തന്നെ സ്കൂട്ടാവാൻ നോക്കി. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാനിത് മറന്നുപോയി. പുള്ളിനെ ഉറപ്പെടുത്തി ഈ കേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ കാര്യമൊക്കെ അങ്ങനെ ആ കേക്ക് കൊടുത്ത് ഞാൻ നേരെ എൻ്റെ ബൈക്ക് പാർക്ക് ചെയ്തിടത്തേക്ക് പോയി. അതാണ് ഞാൻ പഠിച്ച സ്കൂള്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഞാൻ ഇവിടെ ആയിരുന്നു 10 വരെ പഠിച്ചത്. ഇനി ഈ കേക്കുമായിട്ട് നേരെ അഭി താമസിക്കുന്ന അവൻ്റെ റൂമിലേക്ക് സമ്മാനെത്തിയിരിക്കുകയാണ്. 50K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കണം അറിയണം. കേക്ക് തിന്നുന്നുണ്ടോ? കാരണം നേരത്തെ വിളിച്ച സമയത്തൊന്നും ഇവനെവിടെ പോയോ? നേരത്തെ വിളിച്ച സമയത്തൊന്നും ഇവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിളിക്കേണ്ടതാണ് 50K ആയി എന്നുള്ളത്. പക്ഷെ അറിഞ്ഞിട്ടില്ലെന്നാണ് തോന്നുന്നത്. എന്തായാലും എൻ്റെ വായിൽ നിങ്ങൾ കേട്ടാൽ ചിലപ്പോൾ സന്തോഷമാവും. കാരണം ഞാൻ പൊതുവെ ഒരു മടിയനാണെന്നാണ് ഇവൻ്റെ ഒരു ധാരണ. നോക്കാം എന്താ അവസ്ഥ. അവിടെ പോയോ? കൈസ മോയിന്താ ബാൽക്കണിയിൽ ഇരിക്കുന്നുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് സർപ്രൈസ് ചെയ്യാം. ഓക്കെ? എന്തിനാടാ കൊന്നിട്ട് നമ്മളും. നീ എന്താ രാവിലെ തന്നെ വീഡിയോ എടുക്കുന്നത്? അത് ചെറിയ കഷ്ണം കേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞില്ല. അപ്പം ഞാൻ വ്ളോഗാക്കിയിടാന്ന് വിചാരിച്ചു. എന്തെങ്കിലുമൊക്കെ നമ്മൾ ചാനലിൽ പോകണ്ടേ? ഞാനൊന്നും അറിഞ്ഞില്ല. എടാ ഇത് പൊരലുള്ള ഒരു കഷ്ണം കേക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അനക്കും കൂടി എന്താണ് ഞാൻ ഒന്നും പറയാൻ വന്നില്ല. അനക്കെന്താ കല്യാണമായോ എന്റെ? ഇതെന്നെ ഞാനും പറഞ്ഞ എല്ലാം കൂടെ ക്ലാഷ് ആയിട്ടുണ്ട്.
അയ്യ എന്താ പറഞ്ഞേ? ഞാനും ഇത് അറിഞ്ഞിട്ടല്ല എന്നോട് വിളിക്കുക. പക്ഷെ ഈ നോർമലി വിളിക്കണ്ടല്ല, വിളിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാനിതൊരു സർപ്രൈസ് ആക്കി വെക്കാന്ന് വിചാരിച്ചു. സർപ്രൈസ് എനക്കടോ പറയിക്കരുത്. ഞാൻ അങ്ങോട്ടേക്ക് വെക്കാൻ വെച്ച് വിളിക്കാന്ന്. ചെറിയ കേക്കല്ലേ, നമുക്ക് രണ്ടുപേർക്കുള്ളതാണ്. രണ്ടുപേർക്കുള്ള മതിയല്ലോ. ഇതിന്റെ വലുത് കിട്ടുമ്പോ അപ്പൊ അതിലും അപ്പൊ നമ്മൾ വലുത് ചെയ്യും അല്ലേ? ഇതിപ്പോ ഏത് ക്യാമറ ഫോക്കസ് ചെയ്യണോ നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. നിന്റെ ക്യാമറ ഫോക്കസ് ചെയ്യണോ എന്റെ ക്യാമറ ഫോക്കസ് ചെയ്യണോ എന്ന് നോക്കാം. മുറിച്ചാലോ? വീഡിയോ എടുക്കാനൊന്നും ആരുമില്ലാത്തത് കൊണ്ട് നമ്മൾ തന്നെ സെൽഫി ആയിട്ട്. തുടക്കമാണ്, വലിയ സന്തോഷാണ്. കുഞ്ഞി കേക്ക്, 50K കുഞ്ഞി കേക്ക്. അതെ, അപ്പൊ നമ്മൾ രണ്ടുപേരും കൂടി കട്ട് ചെയ്യാൻ പോകും. കൈ എവിടെ നിന്റെ കൈ കിട്ടുന്നില്ലല്ലോ. നീ കട്ട് ചെയ്യാ, ഞാൻ പിടിക്കുള്ളേ. എടേ എനിക്ക് ക്യാമറ എല്ലാം കൂടി പിടിക്കാൻ പറ്റുന്നില്ല. നമുക്കൊരു കാര്യം, ഈ സാധനം ആദ്യം പുറത്തിറക്കി പെട്ടിയിൽ പുറത്തിറക്കുന്നുണ്ടോ? എന്തിനാടാ കട്ട് ചെയ്യുന്നുണ്ടോ? 50K കേക്ക് ഇതാണ്ടേ കട്ടാവുന്നു. ഹാപ്പി 50K to you, 50K for we അങ്ങനല്ലേ പറയാ നമ്മളല്ലേ? ഇതിൽ നിന്നും ഒരു ചെറിയ കഷ്ണം, ആ കഷ്ണം എടുത്ത് എവിടെ വയ്ക്കുന്നു. എന്നിട്ട് മധുരം കഴിക്കണം. നമുക്ക് ഇന്ന് 50K ആയി. ഒന്നും ഞാൻ തരാം. കൊടുക്കണം കയ്യിൽ വരണം. തെണ്ടി. പക്ഷെ ഒരുപാട് സന്തോഷമുണ്ട്. ബിക്കോസ് ഇങ്ങനൊരു സംഭവം പെട്ടെന്നാവും ഞാനും ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. എന്ത് സംഭവം, എല്ലാരും വ്ളോഗ് എടുക്ക് വീഡിയോ ചെയ്യുന്നൊക്കെ പറയും. പക്ഷെ ഞങ്ങൾ പൊതുവെ രണ്ടുപേരും മടിയന്മാരാണ്. ഒരു സാധനം ഞങ്ങളെ കൂടെ നടക്കില്ല. ഒരു വീഡിയോ ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് വരാണ്ട് ഇത്ര കാലമായി എന്നറിയാം എഡിറ്റ് ചെയ്ത് വെച്ചിട്ട്. പക്ഷെ ഇനി അങ്ങോട്ടേക്ക് വീഡിയോസ് ഒക്കെ പ്രോപ്പറായിട്ട് വരും. പ്രോപ്പറായിട്ട് ബ്രോപ്രോന്ന് വരും കേട്ടോ. അങ്ങനെ 50K സബ്സ്ക്രൈബേഴ്സിന്റെ ആഘോഷവേളയിൽ കേക്ക് ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുന്നത്. ഈ കേക്കിന്റെ ഷേപ്പ് നമ്മുടെ ഇതുമാതിരി ഇല്ലേ, നമ്മുടെ ടാങ്ക്, വാട്ടർ ടാങ്ക്. എന്താ ഉദ്ദേശം? കറക്റ്റ് ആ ചെറുപ്പം അത് തന്നെ ആയിരിക്കും അല്ലേ? ഈ വ്യത്യാസമൊന്നുമില്ല. പക്ക നീ ഒന്ന് നേരെ കറക്റ്റ് വാട്ടർ ടാങ്കിലെ വെള്ളം ഞാനിങ്ങനെ എടുക്കുകയാണ്. 50K ലിറ്റർ. നീ ഒരു യൂട്യൂബർ ആവുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ യൂട്യൂബർ ആകണമെന്നൊക്കെ അന്ന് യൂട്യൂബർ എന്നല്ല, സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഓരോ വീഡിയോസ് ഒക്കെ ഇട്ട് സെറ്റ് ആവണമെന്നൊക്കെ ആഗ്രഹമുള്ള ഒരു മനുഷ്യൻ തന്നെയായിരുന്നു ഞാൻ. പക്ഷേ നിന്നെ കണ്ടുപിട്ടിയതിന് ശേഷമാണ് ഇങ്ങനൊരു പരിപാടിയിലേക്ക് എത്തിയത്. ഇതിന്റെ വഴികാട്ടിയും പ്രൊപ്പറേറ്റർ. ഇതെന്തത് നന്ദി പ്രകാശനം. ഈ കണ്ടന്റ് എനിക്ക് ഇഷ്ടമല്ല. അത് ആക്ച്വലി ഇവൻ നല്ലൊരു ക്രിയേറ്റീവ് മൈൻഡുള്ള ആളാണ്. ബൈ ദ ബൈ എന്നെക്കാൾ തലയുണ്ട്, പക്ഷെ ഉപയോഗിക്കാൻ അറിയില്ല. ചെളി അല്ല, കാര്യം പറയാ, പച്ചക്കും പറയാലോ. അളിപ്പഞ്ചി സാരല്ല പാട്ടാ. ശരിക്കും ഇവന് ഉപയോഗിക്കാൻ അറിയില്ല. അതുകൊണ്ടാണ് ഇവന് ഇവിടെ എപ്പോഴും ഇങ്ങനെ. അതുകൊണ്ടാണ് 50K സബ്സ്ക്രൈബേഴ്സ് ഉള്ള 50K സബ്സ്ക്രൈബേഴ്സ് ഒക്കെ എന്തായതല്ലേ? ഇന്നലെ വരെ എനിക്ക് എന്തെങ്കിലും 49K. ഇപ്പൊ അങ്ങനെ തന്നെയല്ലേ? ഇന്നലെ വരെ ഉള്ളത് എന്താണോ അതുപോലെയല്ലല്ലോ നാളെ വരെ ഉള്ളത്. ഗൈസ് അങ്ങനെ എന്താ ചെയ്യാ? എടാ ഇങ്ങനെ കാണാൻ എന്നാ നല്ല ലുക്ക് ഉണ്ടല്ലേ. നിനക്ക് ഇഷ്ടപ്പെടില്ല എന്ന് എനിക്കറിയാം. എന്റെ ലുക്കൊക്കെ പോയി കണ്ടോ, മുട്ട പോയി പോലെ. നാളെ ഓണാഘോഷ പരിപാടിയാണ് ഞങ്ങളുടെ ഓഫീസില്. അപ്പോ ഈ കോലത്തിലായിരിക്കും സമാക്കുക, ഓണാഘോഷിക്കുക. ഞാൻ ഈ കോലത്തിൽ നാളെ ഞാൻ ഒരു മാസ് ലുക്കിൽ വരും. മാസ് ലുക്ക്, കൊല മാസ് അളിഞ്ഞു കളയും. എന്റെ ഫ്രെയിമിൽ നീ വരുമ്പോ ഭംഗിട്ടോ. അത് നിനക്ക് വീഡിയോ എടുക്കാൻ അറിയുന്നോണ്ട്. എന്റെ ഒരു അവസ്ഥ നോക്കണേ. എന്റെ വീഡിയോ എടുക്കാൻ ഊളയായേ ഉള്ളൂ. ഇതില്ലേ, ഞാൻ ആദ്യം ഹണി കേക്കിൽ പോയി. ഹണി കേക്ക് പോയപ്പോ ഹണി കേക്ക് കൂട്ടിക്കെടുക്കായിരുന്നു. എന്താ വെച്ചാല് അവർ 12 മണിക്കേ തുറക്കുള്ളൂ. അപ്പോഴാണ് തൊട്ടടുത്ത് ചിൻബേക്സ്. അപ്പൊ എനിക്ക് എന്റെ നൊസ്റ്റാളജി ഓർമ്മ വന്നു. സ്കൂൾ കാലഘട്ടം എത്ര പപ്സ് ലൈമും തിന്നതാ.
അപ്പൊ അങ്ങനെ നമ്മൾ അവിടെ പോയി. അവിടെ എഴുതുമ്പോ അവരൊന്നും ചോദിച്ചില്ല? അവർ ചോദിച്ചു യൂട്യൂബർ ആണോ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ ചേട്ടാ ചെറുതായിട്ട്, കാരണം ഞാൻ പോലെ വീഡിയോ അങ്ങനെ എടുക്കേണ്ടി വരും. അപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞു മോനെ എന്റെ ഫേസ് കൊള്ളിക്കല്ലേ പ്രശ്നമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല ചേട്ടാ നിങ്ങൾ കൊള്ളിക്കുന്നില്ല, കേക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ കുറച്ച് മുമ്പ് ക്ലിപ്പൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ അടിക്കുള്ള വകയായി. മുമ്പെന്നോട് ചോദിച്ചപ്പോ യൂട്യൂബർ ആണോ? ഞാൻ വെച്ചാൽ ആ യൂട്യൂബർ അടുത്ത സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. 50K ആയതുകൊണ്ടാണ് നീ താടി പിടിച്ചത്? അല്ലെ ഞാൻ താടി പിടിച്ചത് കണ്ട് ഇൻസ്പയർഡ് ആയിട്ടാണോ? എന്ത് ചെയ്യാൻ? സത്യം പറയാൻ ഇവനൊരു നേർച്ച ഉണ്ടായിരുന്നു, അതിന് വേണം പഠിച്ചതാ, പിടിച്ചിരിച്ച് പഠിച്ചത്. അല്ലാണ്ട് ഞാൻ 2 കൊല്ലായി താടി പഠിച്ചിട്ട്. മൊട്ട പൊയിങ്ങി വെച്ച പോലെ എന്നെ കാണാനില്ല കൂടി. ഞാൻ ആദ്യമേ പറഞ്ഞത് എനിക്ക് താടി പഠിക്കണ്ട. പിന്നെ ഇവ ഇങ്ങനെ പറഞ്ഞു പോലീസുകാരനെ പോലെ ഉണ്ട്. ഏതോ പോലീസുകാരെ സല്യൂട്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് ശരിയാണോ? അത് ഈ അറിഞ്ഞോ? യെസ്, പറയണ്ടായിരിച്ചായിരുന്നു. എടാ മെനിയാന്ന് രാത്രി പോണ സമയത്ത് 12 മണി അയക്കുന്നത് പാലായിന്ന് പോണ വഴിക്ക. അപ്പൊ അവിടെ ചെക്കിങ് ഉണ്ടായിരുന്നു. ചെക്കിങ് ഞാൻ ഏതോ ഉറങ്ങി പുഴുങ്ങി പോവാ, കാരണം അതൊന്നും കാണല്ലേ പഠിച്ചോനെ. അപ്പൊ ഞാൻ പോവാ, ഉറക്കം വന്നിട്ട് പോണ വളവ് തിരിഞ്ഞപ്പോ ചെക്കിങ് കുറച്ച് പോലീസുകാരുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ എന്താ ചോദിച്ചു. അപ്പൊ ചേട്ടൻ എന്നോട് ഇല്ല സാറ് പോയിക്കോ. അപ്പൊ ഞാൻ എനിക്കൊന്നും മനസ്സിലായി. പിന്നെ അങ്ങോട്ട് വണ്ടി ഓടിച്ച് കുറച്ചെത്തിപ്പോ ലുക്ക് കൊണ്ടാണെന്ന് മനസ്സിലായിരുന്നു. പോലീസുണ്ടാവും ബേബി. പോലീസ് അല്ലെങ്കിൽ പോലീസിന്റെ വർഗത്തിൽപ്പെട്ട ഏതെങ്കിലും ആൾക്കാർ വല്ല മിലിറ്ററി പഠിക്കുന്ന പിള്ളേരോ ആരെങ്കിലൊക്കെ വെച്ചിട്ടുണ്ടാവും. സാറെന്നെ അഭിസംബോധന ചെയ്ത ആ സാറിന് ഇനി യൂട്യൂബർ ആണെന്ന് തിരിച്ചറിഞ്ഞിട്ടാണോ? എടാ ആകെ 3-4 പേര് നമ്മളെ വീഡിയോ കാണുന്നത്. അല്ലല്ലോ 50K സബ്സ്ക്രൈബേഴ്സ് ആയി. അത് വലിയ സന്തോഷം. പക്ഷെ കുറച്ച് പേരൊക്കെ ചോദിക്കും കേട്ടോ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ പക്ഷെ പെട്ടെന്ന് തന്നെയാണല്ലേ സംഭവിച്ചത്. എന്താ അറിയില്ല, നിങ്ങൾക്ക് ഞങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ വലിയ വെറുപ്പിയിലായിരിക്കും ചില എന്റെ അമ്മയൊക്കെ പറയും. അല്ലെ നമ്മുടെ ഇതുവരെ ഉള്ളൊരു ഇതനുസരിച്ചുള്ളൊരു സംഭവം നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ വളരെ നല്ലതായിരിക്കും. കുറച്ച് കഴിക്കുമ്പോഴത്തേക്ക് മസ്താവുന്നു. എന്താ അറിയില്ല, പണ്ടത്തെ മരുന്ന് 2 കേക്കും തിന്നാൻ പറ്റുന്നില്ല. താടി പഠിച്ചോണ്ട് തോന്നായിരിക്കും അത്ര പ്രായം. ഞാൻ 3 കൊല്ലം ഈ സെപ്റ്റംബർ 30-നാണ് സമാന്റെ ബർത്ത്ഡേ. ആ സെപ്റ്റംബർ 30 കൂടി ഇവൻ 26 വയസ്സാകും. 25 വയതിനില്ലേ? 25 വയസ്സാ. അത് ഓരോ വർഷം കഴിഞ്ഞിട്ട് പിന്നോട്ടാണ്. 2000 ജനിച്ചു. എനിക്ക് 25 ആകുമ്പോ 25 വയസ്സല്ലേ? ആരോ ഞാൻ 2000 ജനിച്ചു. ഞാൻ 2K കിട്ടും. എന്റെ ആധാർ കാർഡ് എന്റെ ഇല്ല, പക്ഷെ 2000 ജനിച്ചു. ഐ വിൽ പ്രൂവ് യു. വേണ്ട, ഇങ്ങനെ കേക്കിന്റെ തുണങ്ങിയാണ്. എന്ത് തിന്നാലും ഇങ്ങനെ തൊള്ള മൊത്താക്കി വെക്കും. വൃത്തിയിട്ടില്ല. ടു ബി ഫ്രാങ്ക്, നീ ഒട്ടും വൃത്തിയില്ലാത്തവനാണ്. ഓഫ് കോഴ്സ് ഞാൻ അത്ര വൃത്തിയുള്ള മനുഷ്യനൊന്നുമല്ല. കാരണം ഞാൻ റിയലാണ്. ഇളിഞ്ഞില്ലെന്തേ പിന്നെ അവരെ വീഡിയോ നോക്കി പറയാം എനിക്ക് വൃത്തിയില്ല. ഞാൻ അന്നാണ് പറയണെങ്കിലോ എന്റെ ഇവിടുത്തെ വീടൊക്കെ അതേപോലെ എന്റെ വീട്ടിലുള്ള ഇതൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ അടിച്ചു വരുന്ന വീഡിയോ ഒക്കെ കഴിച്ചു. ഇവന്റെ റൂമിൽ പോയി നോക്കണം, ഫുൾ കാട്ടമാണ്. അപ്പോ ഈ ഒരു സന്തോഷം ഞങ്ങൾക്ക് തന്ന, അതെ അല്ലെ, വളരെ ഫോർമലായിട്ട് തന്നെ പറയാം, ഹൃദയത്തിൽ നിന്നും ഹൃദയപൂർവ്വം നന്ദി.